ഡോക്ടർ വാട്സൺ, ഹോംസ് 3 ദിവസമായി തീരെ കിടപ്പിലാണ്. അദ്ദേഹം മരിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. ഡോക്ടറെ വിളിക്കാൻ അനുവദിക്കുന്നില്ല. അനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഡോക്ടറെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ വാട്സനെ വിളിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ ഉടനെ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ ജീവനോടെ കാണാനാവില്ല. അവർ തിരക്കിട്ട് ബേക്കർ സ്ട്രീറ്റിലേക്ക് നടക്കുന്നതിനിടയിൽ മിസ്സസ് ഹഡ്സൺ പറഞ്ഞു. ഇനി മിസ്സസ് ഹഡ്സൺ ആരാണെന്ന് പറയാം. ഷെർലക് ഹോംസിന്റെ താമസ സ്ഥലത്തിന്റെ ഉടമസ്ഥയാണ് മിസ്സസ് ഹഡ്സൺ. അവർ ഹോംസിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങിയിട്ട് വളരെ കാലമായി. അപരിചിതരും അക്രമികളുമായ സന്ദർശകർ, അടുക്കും ചിട്ടയുമില്ലാത്ത ഹോംസിന്റെ ശീലങ്ങൾ, അരക്കിറുക്ക്, അസമയത്തെ സംഗീതഭ്രമം, മുറിയിൽ വെച്ചുള്ള റിവോൾവർ പ്രയോഗം, ഇവയൊക്കെ ഹോംസിനെ ലണ്ടനിലെ വാടകക്കാരിൽ മോശപ്പെട്ടവനാക്കി. ഇതിനെല്ലാം പ്രതിഫലമായി ഹോംസ് വൻ തുക മിസ്സസ് ഹഡ്സന് കൊടുത്തിരുന്നു. ഹഡ്സന് ഹോംസിനെ ഭയവും ബഹുമാനവുമാണ്. സ്ത്രീവർഗത്തെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നില്ലെങ്കിലും ഹോംസ് ഹഡ്സനോട് മാന്യത പുലർത്തിയിരുന്നു. പരിഭ്രാന്തയായ മിസ്സസ് ഹഡ്സൺ വാട്സന്റെ മുറിയിലെത്തി. വിവാഹശേഷം വാട്സൺ ഹോംസിൽ നിന്നും അകന്നു താമസിക്കുന്ന കാലമായിരുന്നു അത്. ഡോക്ടർ വാട്സൺ, റൂദർഹൈത്തിൽ കേസന്വേഷണം കഴിഞ്ഞു വന്നത് അസുഖവും കൊണ്ടാണ്. 3 ദിവസമായി ഹോംസ് ആഹാരം കഴിച്ചിട്ടില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും ഹോംസ് അവശനായിരുന്നു. നവംബറിലെ മഞ്ഞിന്റെ മങ്ങലിൽ മുറി ഇരുട്ടിലാണ്ട് കിടന്നു. മുഖം ക്ഷീണിച്ചു വിളറിയിരുന്നു. വീങ്ങിയ കണ്ണുകളും വരണ്ടുണങ്ങിയ ചുണ്ടുകളും, കടുത്ത പനിയുടെ സൂചന. ഹോംസ് അർദ്ധബോധാവസ്ഥയിലായിരുന്നു. മിസ്സസ് ഹഡ്സണും വാട്സണും ഉടനെ തന്നെ ഹോംസിന്റെ അടുത്തെത്തി. വാട്സൺ, കഷ്ടകാലം തുടങ്ങിയെന്ന് തോന്നുന്നു. ഹോംസ്, വാട്സൺ മാറി നിൽക്കൂ. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊരു രോഗം പിടിപെട്ടത്. സുമാത്രയിലെ കൂലിക്കാരിൽ നിന്നും പകർന്ന രോഗമാണ്. മാരകമായ പകർച്ചവ്യാധി. മിസ്റ്റർ ഹോംസ്, അപരിചിതരുടെ പകർച്ചവ്യാധികൾ പോലും ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ചിരകാല സുഹൃത്തായ താങ്കളോടുള്ള കടമ മറന്ന് എനിക്ക് മാറി നിൽക്കാനാകുമോ? വാട്സൺ, എന്നെ ചികിത്സിക്കുന്നത് എനിക്ക് വിശ്വാസമുള്ളൊരു ഡോക്ടറായിരിക്കണം. സുഹൃത്തെന്ന നിലയിൽ നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. എന്നാൽ ഇടത്തരം പരീക്ഷാ യോഗ്യത മാത്രമുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർ മാത്രമാണ് നിങ്ങൾ. ആ വാക്കുകൾ വാട്സന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. ഞാൻ പോരെങ്കിൽ ജാസ്വർ മിക്കിനെയോ പെൻറോസ് ഫിഷറെയോ കൊണ്ടുവരാം. ആരും ചികിത്സിക്കാതെ മരിക്കാനാണ് പ്ലാനെങ്കിൽ അത് നടക്കില്ല. വാട്സൺ, തബന്തലി പനിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഫോർമേസോ കറപ്ഷനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അത് ഞാൻ കേട്ടിട്ടില്ല. കിഴക്ക് അത്തരം ധാരാളം രോഗങ്ങളുണ്ട് വാട്സൺ. ഞാൻ അടുത്ത കാലത്ത് അവയെക്കുറിച്ച് ധാരാളം പഠിച്ചു. അത്തരം ഒരു കേസ് അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് കിട്ടിയ ഈ രോഗത്തിനെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. എങ്കിൽ ഡോക്ടർ എയിൻസ്ട്രീ ലണ്ടനിലുണ്ട്. ഉഷ്ണമേഖലാ രോഗങ്ങളിൽ പ്രഗത്ഭനായ അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരും. വാട്സൺ വാതിലിന് നേർക്ക് നടന്നതും കടുവയെപ്പോലെ വാട്സനെ തടഞ്ഞു നിർത്തി ഹോംസ് വാതിൽ പൂട്ടി. അടുത്ത നിമിഷം കട്ടിലിലെത്തി. വാട്സൺ, എന്നെക്കുറിച്ച് നല്ലത് നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. ഇപ്പോൾ മണി 4ആയി. 6 മണിക്ക് നിങ്ങൾക്ക് പോകാം. അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ശ്വാസം മുട്ടി തൊണ്ടയിടറി ഹോംസ് പറഞ്ഞു. ഇത് ഭ്രാന്താണ് ഹോംസ്. എന്താ വാട്സൺ, 2.5 മണിക്കൂർ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കാതെ പറ്റില്ലല്ലോ. നന്ദി വാട്സൺ. ഇനി ഞാൻ പറയുന്ന ഒരാളെ വിളിക്കണം. ശരി, അതാ അവിടെ കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അത് വായിച്ചോളൂ. നമുക്ക് 6 മണിക്ക് സംസാരം തുടരാം. വാട്സന് പുസ്തകത്തിൽ നിന്നും ഒരക്ഷരം വായിക്കാൻ കഴിഞ്ഞില്ല. ഹോംസ് തല മൂടി പുതച്ച് കിടപ്പാണ്. ഭിത്തിയിൽ പേരുകേട്ട കുറ്റവാളികളുടെ ചിത്രങ്ങൾ, തട്ടുകളിൽ പലതും ചിതറിക്കിടക്കുന്നു. കൂട്ടത്തിൽ ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരു പെട്ടി. വാട്സൺ അത് തൊടാനൊരുങ്ങിയതും തെരുവ് നടുക്കുന്ന ഒരു അലർച്ച മുഴങ്ങി. വാട്സൺ, അത് താഴെ വയ്ക്കൂ. എൻ്റെ വസ്തുക്കളിൽ ആരും തൊടുന്നത് എനിക്കിഷ്ടമല്ല. വാട്സൺ പെട്ടി ഇരുന്നിടത്ത് തന്നെ വെച്ചു. താങ്കൾ അവിടെ അടങ്ങിയിരിക്കൂ, ഞാൻ വിശ്രമിക്കട്ടെ. രോഗത്തിന്റെ പിടിയിൽ ഹോംസ് വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. ഹോംസിന്റെ കാര്യത്തിൽ വാട്സന് വളരെ വിഷമം തോന്നി. 6 മണിക്ക് മുൻപ് ഹോംസ് സംസാരിച്ചു തുടങ്ങി. വാട്സൺ, പോക്കറ്റിൽ ചില്ലറയുണ്ടോ? ഉണ്ട്. 5 ഷില്ലിംഗ് കോയിൻ എത്രയുണ്ട്? അത് 5 എണ്ണം. അത് വാച്ചിടുന്ന കേസിയിലിടാം. ബാക്കി ട്രൗസറിന്റെ പോക്കറ്റിലും. അതാണ് നല്ലത്. ഹോംസിന്റെ സമനില തെറ്റിയെന്ന് വാട്സന് തോന്നി. ഹോംസ് വീണ്ടും എന്തൊക്കെയോ അവ്യക്തമായി പറയാൻ തുടങ്ങി. വാട്സൺ, ഗ്യാസ് ലൈറ്റ് കൊളുത്തു. സൂക്ഷിച്ച്. ആ കത്തുകളും കടലാസുകളും ഈ മേശപ്പുറത്ത് വയ്ക്കൂ. കൂടെ ആ ആനക്കൊമ്പ് പെട്ടിയും വെക്കണം. ഇനി ലോവർബർഗ് സ്ട്രീറ്റിലെ കൾവർട്ടൺ സ്മിത്തിനെ വിളിച്ചുകൊണ്ട് വരൂ. ഹോംസ് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വാട്സന് മനസ്സിലായില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യാൻ വാട്സൺ തീരുമാനിച്ചു. ആ അവസ്ഥയിൽ ഹോംസിനെ ഉപേക്ഷിച്ച് പോകാൻ മടിയുണ്ടായിരുന്നെങ്കിലും വാട്സൺ അതിന് തയ്യാറായി. അതിന് എനിക്ക് അയാളെ അറിയില്ലല്ലോ. അയാൾ ഡോക്ടറാണോ? കൾവർട്ടൺ സ്മിത്ത് ഒരു ഡോക്ടറല്ല, സുമാത്രക്കാരനായ ഒരു പ്ലാന്ററാണ്. ജോലിക്കാരെ ചികിത്സിക്കാൻ അദ്ദേഹം സ്വയം ചികിത്സ പഠിച്ചു. തൊണ്ടയിടറിയും വിക്കിയും അത് പറഞ്ഞപ്പോഴേക്കും ഹോംസിന്റെ സ്ഥിതി വളരെ വഷളായി തുടങ്ങി. പനിയുടെ ചൂടുകൊണ്ട് അദ്ദേഹം വിയർത്തിരുന്നു. പക്ഷേ ശബ്ദത്തിന് ഒരു കുഴപ്പവുമില്ല. പിന്നെ വാട്സൺ, സ്മിത്തിനോട് വിവരങ്ങൾ പറയണം.
പിച്ചും പേയും പറയുന്ന മരിക്കാറായ രോഗി. കടലിൻ്റെ അടിത്തട്ട് മുഴുവൻ മുത്തുച്ചിപ്പികളായിരുന്നെങ്കിൽ അവ മികച്ചതാണ്. ഓ, ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് വാട്സൺ. ആ, ഓർമ്മ വരുന്നു വാട്സൺ. അയാളുടെ അനന്തരവൻ മരിച്ചു. അതയാൾ കണ്ടു. എന്നോട് വിരോധമുണ്ട്. പക്ഷേ താണുകയാണെങ്കിലും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം. അദ്ദേഹം വരുമെങ്കിൽ ഞാൻ വണ്ടിയിൽ കൊണ്ടുവരാം. നന്ദി വാട്സൺ. അദ്ദേഹത്തെ സമ്മതിപ്പിച്ചിട്ട് നിങ്ങൾ മുൻപേ പോരണം. സ്വാഭാവിക ശത്രുക്കൾ സകലയിടങ്ങളിലും ഉള്ളതുകൊണ്ടാണ് ജീവികൾ പെരുകാത്തത്. വാട്സൺ, ഇതെല്ലാം പറഞ്ഞോളൂ. മിസ്സസ് ഹഡ്സൺ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ഹോംസ് തന്ന താക്കോൽ കൊണ്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. വാട്സൺ വാതിൽ പൂട്ടി. പുറത്ത് വണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഹോംസിന് എങ്ങനെയുണ്ട്? സ്കോട്ട്ലൻഡ് യാർഡിലെ ഇൻസ്പെക്ടർ മോർട്ടൺ ആയിരുന്നു അത്. രോഗം കൂടുതലാണ്. മോർട്ടൺ വാട്സനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, രോഗത്തെക്കുറിച്ച് ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും വണ്ടി വന്നു. വാട്സൺ അതിൽ കയറി കൾവർട്ടൺ സ്മിത്തിന്റെ വീട്ടിലെത്തി. ജോലിക്കാരനോട് വിവരം പറഞ്ഞു. അയാൾ അകത്തേക്ക് പോയപ്പോൾ സ്മിത്തിന്റെ ശബ്ദം കേട്ടു. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ? അയാളോട് രാവിലെ വരാൻ പറ. അയ്യോ, ഹോംസിന്റെ ജീവൻ അപകടത്തിലാണ്, വൈകരുത്. വാട്സൺ അകത്തേക്ക് കയറി ചെന്നു. തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്മിത്ത് കോപത്തോടെ എഴുന്നേറ്റു. കഷണ്ടിത്തലയിൽ തൊപ്പിയുള്ള കുറിയ മനുഷ്യൻ, ഇടുങ്ങിയ തോളുകൾ. പിൻഭാഗം കണ്ടാൽ ചെറുപ്പത്തിൽ പിള്ളവാദം വന്ന പോലെ തോന്നും. ക്ഷമിക്കണം, ഇത് വൈകിക്കാവുന്ന കാര്യമല്ല മിസ്റ്റർ ഷെർലക് ഹോംസ്. അത് കേട്ടതും സ്മിത്തിന്റെ ഭാവം മാറി. കോപം മറഞ്ഞു. ഹോംസ് ആണോ നിങ്ങളെ അയച്ചത്? എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അദ്ദേഹം അവശനിലയിലാണ്, വാട്സൺ പറഞ്ഞു. അപ്പോൾ ഗോഷ്ഠി കാണിക്കും പോലെ അയാൾ ചിരിച്ചു. പിന്നെ വാട്സന്റെ നേർക്ക് തിരിഞ്ഞ് താൽപ്പര്യത്തോടെ സംസാരം തുടങ്ങി. കേട്ടതിൽ സന്തോഷമുണ്ട്. ചില ബിസിനസ് ഇടപാടുകളിൽ ചെറിയ പരിചയമേ ഉള്ളുവെങ്കിലും അദ്ദേഹം കഴിവതും സ്വഭാവശുദ്ധിയുള്ളവനാണെന്ന് എനിക്കറിയാം. ഷെർലക് ഹോംസ് കുറ്റവാളികളെ അന്വേഷിക്കും പോലെ ഞാൻ രോഗാണുക്കളെ അന്വേഷിക്കുന്നു. ഭരണികളും കുപ്പികളും ചൂണ്ടിക്കാണിച്ച് അയാൾ പറഞ്ഞു. താങ്കളെ കൂട്ടിക്കൊണ്ടു ചെല്ലണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഓഹോ, രോഗം തുടങ്ങിയിട്ട് എത്ര നാളായി? പിച്ചും പേയും പറയുന്നുണ്ടോ? ഉണ്ട് അല്ലേ? എങ്കിൽ കാര്യം ഗൗരവമുള്ളതാണ്. ഞാൻ ഉടനെ വരാം. അപ്പോൾ ഹോംസിന്റെ നിർദ്ദേശം ഓർമ്മിച്ച് വാട്സൺ പറഞ്ഞു, അത് പിന്നെ ഞാൻ മറ്റൊരു വഴിക്ക് പോവുകയാണ്. ഓ, പൊക്കോളൂ. എൻ്റെ കയ്യിൽ വിലാസമുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തിക്കൊള്ളാം. വാട്സൺ തിരിച്ചെത്തിയപ്പോൾ ഹോംസ് വളരെ സുഖം പ്രാപിച്ചിരുന്നു. സ്മിത്ത് വരും വരെ കൂടെ നിൽക്കാം എന്നറിയിച്ചപ്പോൾ ഹോംസ് പറഞ്ഞു, വാട്സൺ, ഞങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അദ്ദേഹം ഹൃദയം തുറന്ന് സംസാരിക്കും. അപ്പുറത്തെ മുറിയിൽ ഒളിച്ചിരുന്നുള്ളൂ. പിന്നെ അപ്പുറത്തിരുന്ന് ചലിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. എന്ത് നടന്നാലും ഇങ്ങോട്ട് വരരുത്. കോണിപ്പടിയിൽ കാലച്ചു മുഴങ്ങി. ഹോംസ് കട്ടിലിലേക്കും വാട്സൺ മുറിയിലേക്കും പോയി. വാതിൽ തുറന്ന് കൾവർട്ടൺ സ്മിത്ത് മുറിയിലേക്ക് കടന്നപ്പോൾ ഹോംസ് ഞെരങ്ങുകയും മൂളുകയും ചെയ്തു. ഹോംസ്, അദ്ദേഹം ഉറക്കെ വിളിച്ചു, ഉണർത്താൻ ശ്രമിക്കും പോലെ. ഇത് സ്മിത്തല്ലേ? വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഷെർലക് ഹോംസ് പെറുപെറുത്തു. അതെ, ഞാൻ എത്തിയിരിക്കുന്നു. ഞാനിത് പ്രതീക്ഷിച്ചില്ല. സ്മിത്ത് അടക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലണ്ടനിൽ ഒരാളെ ഇത് ചെയ്യാനുള്ളൂ. സൂചനകൾ മനസ്സിലായില്ലേ? നന്നായി മനസ്സിലായി ഹോംസ്. പാവം വിക്ടർ കരുത്തനും സഹൃദയനുമായിരുന്നു. ലണ്ടനിൽ വെച്ച് ആ രോഗം പിടിപെട്ടത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളാണത് ചെയ്തതെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. ആവശ്യം വന്നപ്പോൾ നാണം കെട്ട് നിങ്ങൾ എന്നെ വിളിപ്പിച്ചു, ഇല്ലേ മിസ്റ്റർ ഹോംസ്? എനിക്കിത്തിരി വെള്ളം തരൂ. അത് പറയുമ്പോൾ ഹോംസിന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. വെള്ളം തരാം, പക്ഷേ നിങ്ങളുടെ അന്ത്യമായിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമല്ലോ. വേദന നിറഞ്ഞ ഒരു ഞെരുക്കമായിരുന്നു ഹോംസിന്റെ മറുപടി. അതിനുശേഷം ഹോംസ് പറഞ്ഞു, കഴിഞ്ഞതൊക്കെ ദയവ് ചെയ്ത് മറക്കൂ. എന്നെ സുഖപ്പെടുത്തൂ. ഞാനും എല്ലാം മറക്കാം. വിക്ടർ സാവേജിന്റെ മരണത്തിന് നിങ്ങളാണെന്ന കാരണം ഞാൻ മറന്നേക്കാം. നിങ്ങൾ മറന്നാലുമില്ലെങ്കിലും എനിക്കെതിരെയുള്ള സാക്ഷിക്കൂട്ടിൽ നിങ്ങൾ കയറില്ല. എൻ്റെ അനന്തരവൻ മരിച്ചതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മരണത്തെക്കുറിച്ചാണ്. എന്നെ വിളിക്കാൻ വന്നയാൾ പറഞ്ഞത് നിങ്ങൾക്ക് ഈ രോഗം കിഴക്ക് നിന്ന് കിട്ടിയതാണെന്നാണ്. അതെ, അങ്ങനെയല്ലേ? ഹോംസ് ചോദിച്ചു. ബുദ്ധിമാനായ മിസ്റ്റർ ഷെർലക് ഹോംസ്, ഈ രോഗം പിടിപെടാൻ മറ്റെന്തെങ്കിലും കാരണം ഓർമ്മയിൽ വരുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. എനിക്ക് ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. എങ്കിൽ പറയാം. നിങ്ങൾക്ക് തപാലിൽ ഒരു പെട്ടിയോ മറ്റോ കിട്ടിയോ? അയ്യോ, എൻ്റെ തല ചുറ്റുന്നു മിസ്റ്റർ സ്മിത്ത്. ഞാൻ മരിക്കാറായി. കേൾക്കൂ മിസ്റ്റർ ഹോംസ്. ഹോംസിനെ പിടിച്ച് കുലുക്കുന്ന ശബ്ദം വാട്സന് കേൾക്കാമായിരുന്നു. ബുധനാഴ്ച ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരു പെട്ടി കിട്ടിയത് നിങ്ങൾ മറന്നുപോയോ? ഓർമ്മയില്ലേ? അതെ, അതിൽ മൂർച്ചയുള്ള ഒരു സ്പ്രിങ് വച്ചിരുന്നു. ആരോ തമാശ കാട്ടിയതാണ്. എടാ വിട്ടി,
അത് തമാശയായിരുന്നില്ല. എൻ്റെ വഴി തടഞ്ഞതിന് ഞാൻ പകരം വീട്ടിയതാണ്. ആ, ഇപ്പോൾ ഓർമ്മ വരുന്നു. ആ സ്പ്രിങ് കൊണ്ട് മുറിഞ്ഞ് ചോര വന്നു. ആ പെട്ടിയതാ മേശപ്പുറത്തിരിക്കുന്നു. ആ, അത് തന്നെ. അത് ഞാൻ പോക്കറ്റിലിട്ടു. ഈ പെട്ടി ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവസാന തെളിവും ഇല്ലാതാവും. വിക്ടർ സാവേജിന്റെ മരണത്തെക്കുറിച്ച് നീ ഒത്തിരി പഠിച്ചു. നിന്റെയും വിധി അത് തന്നെ. ഹോംസ് എന്തോ ആംഗ്യം കാട്ടി പെറുപെറുത്തു. അപ്പോൾ സ്മിത്ത് ചോദിച്ചു, എന്താ, വിളക്കിന്റെ തിരി ഉയർത്തണോ? ആ, ഉയർത്താം. നിന്റെ മരണം നന്നായി കാണാമല്ലോ. മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? മിസ്റ്റർ സ്മിത്ത്, ഒരു സിഗരറ്റും തീപ്പെട്ടിയും വേണം. സ്മിത്ത് മരവിച്ച് നിൽക്കുകയും ഹോംസ് സുഖമായിരുന്ന് പുകവലിക്കുകയുമാണെന്ന് വാട്സന് തോന്നി. എന്താണ് ഇതിന്റെ അർത്ഥം? കൾവർട്ടൻ സ്മിത്ത് അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ ഷെർലക് ഹോംസിന്റെ മറുപടി, ഒരു പ്രവൃത്തി നന്നായി ചെയ്യണമെങ്കിൽ സ്വയം അതിൻ്റെ ഭാഗമാകണം. 3 ദിവസമായി ഞാൻ പട്ടിണിയാണ്. വെള്ളം തന്നതിന് നന്ദി. പക്ഷേ ആ സിഗരറ്റ് നല്ലതല്ല. ഇതാ നല്ല സിഗരറ്റുകൾ. ആ, ഈ സിഗരറ്റ് കൊള്ളാം. എന്താണത്? ആരുടെയോ കാലച്ച കേൾക്കുന്നല്ലോ. വാതിൽ തുറന്ന് ഇൻസ്പെക്ടർ മോർട്ടൺ അകത്തേക്ക് കയറി വന്നു. മിസ്റ്റർ മോർട്ടൺ, ഇതാ കുറ്റവാളി. ഷെർലക് ഹോംസ് അത് പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ മോർട്ടൺ സ്മിത്തിന്റെ നേരെ തിരിഞ്ഞു. വിക്ടർ സാവേജിനെ കൊല ചെയ്ത കുറ്റത്തിന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ഷെർലക് ഹോംസിനെതിരെയുള്ള വധശ്രമം കൂടി ചാർജ് ചെയ്തോളൂ. ഹോംസ് കുലുങ്ങിച്ചിരിച്ചു. പിന്നെ ഇൻസ്പെക്ടർ, ഈ സ്മിത്ത് ഒരു ഉപകാരം ചെയ്തു. താങ്കൾക്കുള്ള അടയാളമായി വിളക്കിന്റെ തിരി ഉയർത്തി. അയാളുടെ കോട്ടിന്റെ വലത്തെ പോക്കറ്റിൽ ഒരു പെട്ടിയുണ്ട്. മിസ്റ്റർ സ്മിത്ത്, അതിവിടെ വെച്ചേക്കൂ. ഈ കേസിലെ പ്രധാന തെളിവാണത്. കയ്യിൽ വിലങ്ങ് വീണപ്പോൾ സ്മിത്ത് ബഹളമുണ്ടാക്കി. ഇൻസ്പെക്ടർ അയാളെ ശാസിച്ചു നിർത്തി. മിസ്റ്റർ ഹോംസ്, എന്താണത്? ഇത് നിങ്ങളെ ജയിലിലാക്കും. ചികിത്സിക്കാൻ വന്ന എന്നെ കുറ്റവാളിയാക്കുന്നു. ഞാനുള്ളതേ പറയാറുള്ളൂ. ഉള്ളതേയുള്ളൂ. വാട്സൺ, ക്ഷമിക്കൂ. നിങ്ങളുടെ കാര്യം കുറച്ച് നിമിഷത്തേക്ക് മറന്നുപോയി. ഇൻസ്പെക്ടർ, വണ്ടി താഴെയുണ്ടോ? ഞാൻ വേഷം മാറി വരാം. ഹോംസ് ധൃതിയിൽ വസ്ത്രങ്ങൾ മാറി. എന്നിട്ട് വാട്സന്റെ നേരെ തിരിഞ്ഞു. വാട്സൺ, ഞാൻ താങ്കളെയും മിസ്സസ് ഹഡ്സനെയും കുറെ ബുദ്ധിമുട്ടിച്ചു. അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ ഹോംസ്, നിങ്ങളുടെ മുഖമാകെ മാറിയിരിക്കുന്നു. വാട്സൺ, 3 ദിവസമായി പട്ടിണി കിടന്നാൽ സൗന്ദര്യം കൂടുമോ? ഒന്ന് അണിഞ്ഞൊരുങ്ങിയാൽ മാറാനുള്ളതേ ഉള്ളൂ ഈ മുഖഭാവം. താങ്കൾക്ക് രോഗമില്ലാഞ്ഞിട്ടും അടുത്തേക്ക് വരാൻ സമ്മതിക്കാഞ്ഞതെന്ത്? ഡോക്ടറായ നിങ്ങൾ എന്നെ പരിശോധിച്ചിരുന്നെങ്കിൽ രോഗിയല്ലെന്ന് മനസ്സിലായേനെ. പിന്നെ ആ പെട്ടിയിൽ പാമ്പിൻ പല്ല് പോലെ സ്പ്രിങ്ങിന്റെ മുന കണ്ടില്ലേ? അത്തരം സൂത്രം കൊണ്ടാവണം മിസ്റ്റർ സാവേജിനെ അയാൾ കൊന്നത്. എന്തായാലും അഭിനയം ഫലിച്ചു. അവർ കൾവർട്ടൻ സ്മിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ കേസ് അവസാനിച്ചു.